ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ ഇത് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പേരിടൽ അതുപോലെ നൂലുകെട്ട് ചടങ്ങിൻ്റെ വീഡിയോ ആണ്. ഓഗസ്റ്റ് 29 ഞങ്ങൾ ഈ ഒരു ചടങ്ങ് നടത്തിയത്. ഇതാണ് ഞങ്ങളുടെ വേഷം. കേരള ട്രഡീഷണൽ വെയറായ നമ്മുടെ സെറ്റ് സാരിയും കസവുമുണ്ടും. കൂടുതലും ആടാകുടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 4 പേരും മാത്രമുള്ള ഒരു ചടങ്ങായതുകൊണ്ട് ഞങ്ങൾ ഇതിലങ്ങ് ഒതുക്കി. അന്നേ ദിവസം വേറെ സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് ഞങ്ങൾ പാലട പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചടങ്ങിന് വേണ്ടിയിട്ട്. നാട്ടിലെങ്ങാനും വെച്ചായിരുന്നെന്നുണ്ടെങ്കിൽ ഒത്തിരി ആൾക്കാരെ വിളിച്ചിട്ട് നടത്തേണ്ട ഒരു ചടങ്ങായിരുന്നു ഇത്. അപ്പോൾ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നിലവിളക്കും, ഉരുളി, പഴം, ശർക്കര, തേങ്ങ, പായസം അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഡെലിവറിയുടെ സമയത്ത് ഞങ്ങളുടെ കൂടെ അമ്മ കാനഡയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് അമ്മയാണ് ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരുന്നത്. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു. കുഞ്ഞിൻ്റെ ജെൻഡർ ഞങ്ങൾക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു. ഇവിടെ കാനഡയിൽ ഹോസ്പിറ്റലിൽ നമുക്ക് ഇങ്ങനെ ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് അവരെ ജെൻഡർ അറിയണമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അറിയണം എന്നായിരുന്നു ഞങ്ങൾ പറഞ്ഞിരുന്നത്. ജെൻഡർ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പേരുകൾ തപ്പി തുടങ്ങി. നമുക്കിങ്ങനെ കൺഫ്യൂഷനായിരിക്കും, എങ്ങനത്തെ പേര് വേണം, എന്ത് പേര് വേണം എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവരെയും പോലെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അവസാനം ഞങ്ങളൊരു പേര് ഫൈനലൈസ് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഇന്ത്യൻ പേരായിരിക്കണം. എന്നാൽ ഇപ്പോൾ കാനഡയിലായതുകൊണ്ട്, കുഞ്ഞ് കാനഡയിൽ ജനിച്ചതുകൊണ്ട് ആൾ കനേഡിയൻ സിറ്റിസനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇവിടെയുള്ളവർക്ക് കുഞ്ഞിൻ്റെ പേര് വിളിക്കാനായിട്ട് ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്നുള്ളൊരു കാര്യം മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു പേര് ഡിസൈഡ് ചെയ്തു. അതുപോലെ തന്നെ ആ ഒരു പേരിന് ഒരു മീനിങ്ങും കൂടെ ഉണ്ടാവണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിഹാൻ എന്ന് പറയുന്ന പേരാണ് ഡിസൈഡ് ചെയ്തത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഹോപ്പ്, അതുപോലെ തന്നെ ന്യൂ ബിഗിനിങ്, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥമുള്ളത്. പക്ഷെ വേറൊരു കോയിൻസിഡൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുട്ടി ജനിച്ചത് ഓഗസ്റ്റ് 2 അതുപോലെ തന്നെ ഹിന്ദു മതവിശ്വാസ പ്രകാരം കുട്ടി ജനിച്ചിരിക്കുന്നത് തിരുവാതിര നക്ഷത്രത്തിലാണ്. അപ്പോൾ ഇത് ഭഗവാൻ ശിവൻ്റെ നക്ഷത്രമാണ് തിരുവാതിര. അതുപോലെ ഈ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഹാൻ എന്ന് പറയുന്ന പേരിന് ശിവൻ എന്നും കൂടെ അർത്ഥമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കോയിൻസിഡൻസ് കൂടി ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ വിഹാന് ഞങ്ങൾ നൂല് കെട്ടി. അതുപോലെ തന്നെ കുട്ടിയുടെ ചെവിയിൽ അച്ഛനും അമ്മയുമായ ഞങ്ങൾ അവൻ്റെ പേര് വിളിച്ചു. അങ്ങനെ ഈ ഒരു ചടങ്ങ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു.